ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയോ പോകുന്നത്? തൃശ്ശൂരിലെ മജിക്കൽ മ്യൂസിയത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ സൂ പോയി കണ്ടിരുന്നല്ലോ, ഇല്ലേ? അവിടെ തന്നെയാണ് മ്യൂസിയം. അന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ട് മ്യൂസിയത്തിന്, ഇല്ലേ? അപ്പോൾ ആ മ്യൂസിയത്തിന് അകത്ത് എന്തൊക്കെയാണുള്ളത്, അതിനകത്ത് കയറി അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം നമുക്കൊന്ന് കണ്ടാലോ. ഇതിപ്പോൾ നമ്മൾ സൂയിൽ പോയപ്പോൾ ഞാൻ പുറത്ത് മ്യൂസിയം കാണിച്ചു തരികയോ ചെയ്തത്, ഇല്ലേ? അപ്പോൾ ഇതിനകത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് പോയി കാണാം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നാലോ. വരും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് ഇന്ന് എവിടെയാണ് വന്നേക്കണമെന്ന് അറിയോ? ഇത് തൃശ്ശൂർ ആർട്ട് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ 2 ആർട്ട് മ്യൂസിയങ്ങളുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ സൂവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കണ്ടില്ലായിരുന്നോ, നമ്മൾ ഇന്നലെ ഓസ്ട്രിച്ചിൻ്റെയും പന്നിമാൻ്റെയൊക്കെ സൈഡിലായിട്ടൊരു ആർട്ട് മ്യൂസിയം ഉണ്ട്. അതുകൂടാതെ മെയിൻ ആർട്ട് മ്യൂസിയം നമ്മുടെ തൃശ്ശൂർ സൂവിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ നേരെ കാണുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ തൃശ്ശൂർ സൂവിൻ്റെ ഗേറ്റാണ്. അത് കടന്നത് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് പ്രധാനമായിട്ടുള്ള മെയിൻ ആർട്ട് മ്യൂസിയം. അത് കൂടാതെ നമ്മൾ പറഞ്ഞ ഒരു ഓസ്ട്രിച്ചിൻ്റെയൊക്കെ ഭാഗത്ത് അവിടെയുണ്ട്. അപ്പോൾ ഇത് 2 ആർട്ട് മ്യൂസിയത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആർട്ട് മ്യൂസിയത്തിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ നമ്മളിതിനകത്തേക്ക് വന്നേക്കുവാണ്. ഇത് മൾട്ടി പർപ്പസ് മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. വിവിധോദ്ദേശീയ മ്യൂസിയം കേട്ടോ. മൾട്ടി പർപ്പസ് മ്യൂസിയമാണ്. നമുക്കൊന്ന് നോക്കാം ഇതെന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമുക്കൊന്ന് ഫ്രണ്ടിലൊന്ന് വായിച്ചാലോ. വിവിധ തരം ജീവജാലങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളും അസ്ഥിക്കൂടങ്ങളും, വിവിധ തരം ധാതുക്കളും ആയുധങ്ങളും, ട്രംവേ മോഡൽ, വിവിധ കഥകളി രൂപങ്ങളും സംഗീത ഉപകരണങ്ങളും, കൊച്ചി രാജാക്കന്മാരുടെ വസ്ത്രവിധാനങ്ങൾ, ഇത്രയാണ് ഇവിടെ ഉള്ളത്. മൾട്ടി പർപ്പസ് മ്യൂസിയമാണ്. നമുക്കൊന്ന് കയറിയാലോ. വരും. ഇതൊരു ആനയുടെ അസ്ഥിയാണ് കേട്ടോ. ഈ മ്യൂസിയത്തിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ആനയുടെ അസ്ഥിയാണ്. അത് കൂടാതെ കരടി, ഈ സൈഡിലായിട്ട് നാടൻ കരടി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കടുവ. ഇതെല്ലാം ഒരു ചില്ലും കൂട് പോലെ ഉണ്ടാക്കി അതിനകത്തിങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. കടുവ ഇതുപോലെ തലയോട് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാൻ ഫ്രം ഹിഡൻബർഗ്, മാൻ ഫ്രം സ്റ്റോൺ ഏജ്, മാൻ ഫ്രം അയൺ ഏജ്, ഫസ്റ്റ് ലേഡി ഓഫ് ദ വേൾഡ് ഫ്രം ഫ്രാൻസ്. ഇത്രയാണ് ഈ ഒരു കൂടിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ നല്ല കുറേ ഒരു ചില്ലിൻ കൂടിൽ കുറേ കുട്ടി ആനകളുടെ പടങ്ങളാണ്. ഇത് ആൻസെസ്ട്രി ഓഫ് എലിഫൻസ്, അതാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ആൻസെസ്ട്രി ഓഫ് എലിഫൻ്റായിട്ട് പറയുന്ന മോറിത്തേറിയം എന്നാണ് ഇത് പറയുന്നത്. ആദ്യത്തത്, രണ്ടാമത്തത് പാലിത്തേറിയം, മൂന്നാമത്തത് ട്രൈലോഫോറം, അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തലയോട്ടികളിവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സ്ട്രൈപ്ഡ് ഹൈന, കഴുതപ്പുലി, അതിൻ്റെ ഒരു പിക്ചറ്. പിന്നെ അടുത്തത് ജാഗ്വാറിൻ്റെ ഒരു പിക്ചറാണ് അടുത്തത്. ഇതെല്ലാം ഓരോ ചില്ലിൻകൂട്ടിലായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നത്തത് ഒരു പെൺ സിംഹത്തിൻ്റെ വലിയൊരു പിക്ചർ. പിന്നെ അത് കൂടാതെ നമ്മുടെ ടൈഗർ ആൻഡ് കബ്, കടുവയും കുഞ്ഞും, അതിൻ്റെ ഒരു പടമാണ് പിന്നെ ഉള്ളത്. പിന്നെ സീബ്രയുടെ പടം, 2 സീബ്രയുടെ പടം വെച്ചിട്ടുണ്ട്.
ഇതാണ് കയറി വരുന്ന റൂമിലുള്ള കാഴ്ച. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇംപാല എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആട് പോലത്തെ ഒരു കുഞ്ഞു മൃഗത്തിൻ്റെ ഒരു പടം. പിന്നെ അത് കൂടാതെ ഇവിടെ കാണുന്നത് നീർനായ, അതിൻ്റെ ഒരു പിക്ചറാണ് ഈ ഒരു ബോക്സിലുള്ളത്. നീർനായയാണിത്, നീർനായയുടെ ഒരു പിക്ചർ. പിന്നെ ഇതിനകത്ത് വവ്വാലിൻ്റെ പടം, ഒരു അലമാരി പോലെയാണ്. എൻ്റെ മുകളിൽ പോത്തിൻ്റെ തലയോട്ടി എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് താഴത്തെ ഒരു അലമാരിക്കകത്തുള്ള കാഴ്ചകൾ. ലാർജ് ഫ്രൂട്ട് ബാറ്റ്, വവ്വാൽ, ഒരു വലിയൊരു വവ്വാലിൻ്റെ പിക്ചറാണ്. പിന്നെ അറേബ്യൻ ബബൂൺ, അറബിക് കുരങ്ങ്, അങ്ങനത്തെ ഒരു പിക്ചർ. ഫ്ലൈയിങ് സ്ക്യൂറൽ, പറക്കുന്ന അണ്ണാൻ, അതിൻ്റെ ഒരു പടമുണ്ട്. എന്നൊരു ഇതിൻ്റെ പടം. പിന്നെ ചീങ്കണ്ണിയുടെ കുട്ടി, അങ്ങനത്തെ ഒരു പഴം. പിന്നെയുള്ളത് എമു കുറച്ച് മുട്ടകളൊക്കെ നിൽക്കുന്നു. ഇത് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ ആനയുടെ ആ ഒരു സ്കെലിറ്റൻ്റെ സൈഡിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് സ്ട്രെയിറ്റായിട്ട് നമ്മൾ പോകുമ്പോൾ അടുത്തൊരു മുറിയിലേക്കാണ് കയറുന്നത്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് സ്റ്റാച്യു മെയ്ഡ് ഓഫ് തേക്ക് വുഡ്, തേക്കിൻ തടി കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയാണ്. നമ്മളിങ്ങോട്ട് കയറി ഈ റൂമിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡ് കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ കാണുന്നത് നോക്കൂ, സിന്തറ്റിക് ഡയമണ്ട്, സിന്തറ്റിക് ഡയമണ്ടാണിത്. പിന്നെ മാഗ്നീറ്റ് സാൻഡ്, ഇത് കണ്ടോ, മാഗ്നീറ്റ് സാൻഡ്. പിന്നെ ഇലുമിനേറ്റ് സാൻഡ്, ഓരോ മണലിൻ്റെ ഓരോ വെറൈറ്റി. ഇത് പ്യുർ വൈറ്റ് സാൻഡ്, ഇത് ഗാർണറ്റ് സാൻഡ്, ഇത് ഇലുമിനേറ്റ് സാൻഡ്. പിന്നെ ഇത് വൈറ്റ് മാർബിൾ, അങ്ങനെയുള്ളൊരു കുറേ പിക്ചേഴ്സ്. ഇത് കുറേ സ്റ്റോൺസാണ്, മഗ്നീഷ്യം, ടൈൽ, കാൽസൈറ്റ്, ടാക്ക്, ആൽബൈറ്റ്, വൈറ്റ് ബോൾ ക്ലേ, ജിപ്സം. ഇത് ബ്ലാക്ക് മാർബിൾ, വൈറ്റ് മാർബിൾ, സാദാ മാർബിൾ. ഇതിലെല്ലാം ഈ അലമാരിയിലൊക്കെ ക്ലേയുടെ തന്നെ പല ടൈപ്പ് ക്ലേകളാണ്. ബ്രൗൺ ക്ലേ, ഗ്രേ ക്ലേ, ലൈറ്റ് ഗ്രേ ക്ലേ, അങ്ങനെയുള്ള കുറേ ക്ലേസ്. അതാണ് ഇതെല്ലാം കല്ലുകളുടെ ഓരോരോ വെറൈറ്റി കല്ലുകളും. ക്രിസ്റ്റൽ, ഇതാണ് ക്രിസ്റ്റലാണ്, കണ്ടോ. ഇങ്ങനെ കുറേ കല്ലുകളുടെ ഒരു വെറൈറ്റീസാണ്. ഇത് കണ്ടോ, ഇതാണ് ഡോളറൈറ്റ്, അത് ഹെമറ്റൈറ്റ്, ഇത് ഹെമറ്റൈറ്റ്, ഇത് ലാറ്ററൈറ്റ്, അങ്ങനെ പല ടൈപ്പ് സ്റ്റോൺസാണ്. പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ട് കാലത്തെ പല്ലക്ക്. പിന്നെ ഇതിനകത്ത് നോക്കൂ, ഈ അലമാരിക്കകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് സബ്മറൈൻ പണ്ടത്തെ. അതുപോലെ ഇവിടെ ആൻറ്റി എയർക്രാഫ്റ്റ്, വിമാന ഭേദത്തോക്ക് ഉണ്ടോ. പിന്നെ പീരങ്കി, ടാങ്ക്, ഇത് പീരങ്കി, ഇത് ടാങ്ക്, അങ്ങനെയുള്ള വിമാനം. ബോംബർ, പണ്ട് ബോംബറാണിത്, ബോംബറാണ്. ഇത് സിഗ്നൽ ലൈറ്റാണ്. ഇത് കാറ്, പണ്ടത്തെ കാറാണ് ഈ അലമാരിക്കകത്ത്. ഇത് പഴയ ഡച്ച് ബിൽഡിങ്ങിൻ്റെ ഒരു മോഡലാണ്, മോഡൽ ഓഫ് ആൻ ഓൾഡ് ഡച്ച് ബിൽഡിംഗ് ആണിത്. പിന്നെ അത് കൂടാതെ വാളുകളുടെ ഒരു ശേഖരണം തന്നെ ഈ ഒരു അലമാരി നിറച്ചുണ്ട്. ഇത് കടാരി, അങ്ങനെ പല പല ടൈപ്പ് കടാരകളാണ്. ഇത് സ്പോർട്ട് യൂസ്ഡ് ബൈ വൺ ഓഫ് ദ ദൾവാസ്, ദളവന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകളാണിത്. ഇത് അയൺ ഹാൻഡ് പ്രൊട്ടക്ടറാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് പീരങ്കി ഉണ്ടയാണ് ഈ ഒരു ബോക്സിനകത്ത്. ഇതാണ് പീരങ്കി ഉണ്ട. പിന്നെ ഇവിടെ കാണുന്നത് ആംസ് ആൻഡ് ഒഫെൻസീവ് വെപ്പൺസ്.
ഇത് ലെതർ ഷീൽഡ്, തുകൽ കൊണ്ടുള്ള പരിച എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഇത് മെറ്റാലിക് ഷീൽഡ്, ലോഹം കൊണ്ടുള്ള പരിചയാണ് ആദ്യമുള്ളത്. ഇത് തുകൽ കൊണ്ടുള്ള പരിച കണ്ടെത്തി. ഇത് നോക്കൂ, ഇതാണ് തുളുവാൾ. ഇത് സിംഹള രീതിയിലുള്ള വാളാണ് ഈ ഗോൾഡൻ. ഇതാണ് സിംഹള രീതിയിലുള്ള വാൾ. ഇതും അതെ കേട്ടോ, സിംഹള രീതിയിലുള്ള വാളാണ്. പിന്നെ ഏറ്റവും അറ്റത്ത് കാണുന്ന വളഞ്ഞിരിക്കുന്നതാണ് നേപ്പാൾ ഖഡ്ഗം. പിന്നെ കത്തിയും ഉറയും. ഇത് സ്ഫടിക പിടിയുള്ള കത്തിയാണിത്, ഗോൾഡൻ കളർ. ഇത് കടാരിയും ഉറയും, ഈ കാണുന്ന കടാരിയും ഉറയും. ഇത് പേർഷ്യൻ കടാരി. ഇത് ഏറനാടൻ കത്തി. ഇന്തോനേഷ്യൻ കടാരി. ഇങ്ങനെ പോകുന്നു ഇവിടെ. ഇനി ഇപ്പുറത്തേക്ക് തിരിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് മറ്റേ അമ്പും വില്ലുമാണ്. ഇതാണ് ആവനാഴി കേട്ടോ. അമ്പുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ, ആവനാഴി. താഴത്ത് കാണുന്നൊക്കെയാണ് അമ്പുകൾ. പല ടൈപ്പ് വള്ളങ്ങളാണ്. ആദ്യം ഒരു ചെറുത്, ഇത് വലുത്. ഇത് ചുണ്ടൽ വെള്ളമാണ്. മൂന്നാമത്താണ് ചുണ്ടൽ വെള്ളം. പിന്നെ മച്ചിവ ബോട്ട്, നാലാമത്തെ ആ വെള്ള കളറ്. ഒക്കെയാണ് ഇതിൽ. പിന്നെ വലിയ വള്ളങ്ങൾ ഉണ്ട്. നാലാമത്താണ് ട്രാവലിംഗ് ബോട്ട്. പിന്നെ ഓട്ടി ബോട്ട്. ഇത് സീ ബോട്ടാണിത്, സീ ബോട്ട്, കടലിൽ ഉപയോഗിക്കുന്ന സീ ബോട്ട്. അങ്ങനെ ഇനി രണ്ടാമത്തെ ട്രാവലിംഗ് ബോട്ടാണ്, അവീടൊക്കെയുള്ള ടൈപ്പ്. മൂന്നാമത്തത് വള്ളം. ഇതിൽ നിന്ന് മൂന്നാമത്താണ് വള്ളം. ഇത് ചുരുളൻ ബോട്ട്, ഈ വൈറ്റ്. ഇങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇലുമിനേറ്റ് സാൻഡ്, ഈ ബ്ലാക്ക് കളർ കേട്ടോ, ബ്ലാക്ക് കളർ തിളക്കമുള്ളതാണ് ഇലുമിനേറ്റ് സാൻഡ്. ഇത് ഈ ഒരു റെഡ് കളറുള്ളത് ഗാർനറ്റ് സാൻഡ്. പഴയ ടൈപ്പ് കരിങ്കല്ലുകൾ, വെള്ള ക്ലേ. നമ്മൾ ആ കല്ലുകളുടെ ഇതെല്ലാം കണ്ട ശേഷം നമ്മൾ സൈഡിലേക്ക് റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ കാണുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പടമാണ്. അതേപോലെ തന്നെ ആനകൾ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അലങ്കാരപ്പെട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ. തൃശ്ശൂർ പൂരത്തിന് എങ്ങനെയാണോ, അതുപോലെ എല്ലാ ഉത്സവങ്ങൾക്കും എങ്ങനെയാണോ അതേപോലെ ആനകളെല്ലാം നിരന്ന് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽക്കുന്ന രൂപമാണ് ഈ സൈഡിൽ കാണാനുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലകളുണ്ടല്ലോ, അതിൻ്റെ ഓരോന്നിൻ്റെയും പിക്ചറാണ് ഇതെല്ലാം. ഇത് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇത് കൊച്ചിയിലെ മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ദർബാർ ഉടുപ്പുകൾ ആണ്. ദർബാർ ഡ്രസ് വോൺ ബൈ മഹാരാജാസ് ഓഫ് കൊച്ചി, അവരുടെ തലപ്പാവുകൾ അതെല്ലാം. ഇന്നിവിടെ എഴുതിയൊക്കെ നോക്കൂ. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന വിവിധ ജനവിഭാഗങ്ങളുടെയും വർഗങ്ങളുടെയും വേഷവിധാനങ്ങളുടെ മാതൃക. അതാണ് എല്ലാം. നെൽമണി കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പറ, കല്യാണപ്പറയെന്നും പറയാറുണ്ട്. അതാണിത്. മെറ്റൽ മിറർ, നമ്മുടെ ആറന്മുള കണ്ണാടിയാണ് ഈ കാണുന്നത്. ഇതാണ് ആറന്മുള കണ്ണാടി കേട്ടോ. ചങ്ങലവട്ട, ചേങ്ങിലവട്ട, ചങ്ങലവട്ട എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, നമ്മുടെ മൊന്ത അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ക്ലൗൺ, അതുപോലെ ബാഹുക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതൊക്കെയും ആടിൻ്റെ മുഖം ഉണ്ടോ, കുരങ്ങിൻ്റെ മുഖം, വയറ്റാട്ടിയുടെ മുഖം, കുരങ്ങിൻ്റെ മുഖം, ഓരോരോ ഇത്, ചെകുത്താൻ്റെ മുഖം,
പന്നിയുടെ മുഖം, മാസ്ക് യൂസ്ഡ് ഇൻ കഥകളി. കഥകളിക്ക് ഉപയോഗിക്കുന്ന മുഖം മൂടികളാണ് ഇതെല്ലാം കേട്ടോ. കാണിച്ചൊക്കെ കഥകളിക്ക് ഉപയോഗിക്കുന്ന മുഖം മൂടികളാണ്. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ സൈഡിൽ കഥകളിയുടെ വാദ്യോപകരണങ്ങളാണ്. കഥകളിയുടെ മാത്രമല്ല എല്ലാ വാദ്യോപകരണങ്ങളും ഉണ്ട്. ഇത് മദ്ദളം എന്നാണ്, മദ്ദളം. പിന്നെ ചെണ്ട, തിമില, തകിൽ, കിടത്തു, കിടുപിടി, തബോ, അങ്ങനെയുള്ള കുറേ ഇതുപോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ്, വാദ്യോപകരണങ്ങൾ. ഇനി നാഗസ്വരം, അതാണിത് നാഗസ്വരം. ഇത് ശ്രുതി, ഇത് കറുകുഴൽ, ഇലത്താളം, കുഴിത്താളം, ചേങ്ങില, മൃദംഗമാണ് താഴ്ത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വില്ല്, നന്ദുണി, സ്വരബത്ത്, പിന്നെ വീണ, ഇതെല്ലാമാണ്. ഇത് നോക്കുക, മിഴാവ്, ഇതാണ് മിഴാവ് കണ്ടത്. ഇത് ഭീമൻ, ആ ഒരു രൂപമാണ് കേട്ടോ ഇത്. പള്ളുരുത്തിയിലെ അഴകിയകാവ് ദേവീക്ഷേത്രത്തിൽ പടയണി ഉത്സവത്തിന് ഉപയോഗിച്ചിരുന്ന തടിയിൽ തീർത്ത ഈ ശില്പത്തിന് 100 വർഷത്തോളം പഴക്കമുണ്ട്. 100 വർഷമാണ് പഴക്കമുണ്ട്. അഴകിയകാവ് ദേവസ്വം ഭരണസമിതി തൃശ്ശൂർ സംസ്ഥാന മ്യൂസിയത്തിന് കൈമാറിയ ശില്പം 1952 മുതൽ ഇവിടെ പ്രദർശിപ്പിച്ചു വരുന്നു. അതാണ് ഈ കാണുന്ന ശില്പം. പിന്നെ ഇതെല്ലാം നമ്മുടെ കഥകളിയുടെ രൂപങ്ങളാണ്. കഥകളികൾ. ഇത് കുചേലൻ. ആദ്യം കണ്ടത് ശൂർപ്പണഖ. അതാണിത് കേട്ടോ. ഇതാണ് ശൂർപ്പണഖ. പിന്നെ ഇത് കുചേലൻ, ഇത് നാരദൻ, ഇത് ബകാസുരൻ, പിന്നെ ഇത് ഭീമസേനൻ. കഥകളിയുടെ ഓരോ രൂപങ്ങൾ. പിന്നെ ഇത് ഹനുമാൻ, ഇത് രാവണൻ, ഇത് ബാഹുവൻ, ഇത് സുഭദ്ര, ഇത് കൃഷ്ണ ഭഗവാൻ, ഇത് രുക്മിണി, ഇത് കിരാതം. ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകളിയുടെ രൂപങ്ങളുടെ ബോർഡും വെച്ചിട്ടുണ്ട്. ഇതാ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്നത് മയിലുകളുടെ ഒരു വെറൈറ്റിയാണ്. കുറേ മയിലുകൾ. ഇത് വെള്ള ആൺമയിൽ, വൈറ്റ് പീക്കോക്ക്. അതാണ് നോക്കും, വെള്ള തൂവലൊക്കെ ആയിട്ട് അല്ല, അതിൻ്റെ ഒരു രൂപമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വെള്ള ആൺമയിൽ, അതായത് ഒരു മരക്കമ്പിൽ എല്ലാത്തിൻ്റെയും ഒരു ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇത് തത്ത. പിന്നെ വെള്ളമയിൽ, പെൺമയിൽ, പീലിയൊന്നുമില്ലാതെ. പിന്നെ മലമുഴക്കി വേഴാമ്പൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, അതിൻ്റെ ഒരു രൂപം. പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ള ആൺമയിലൂടെ ഇപ്പുറത്തേക്കുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തേക്കും ചരിഞ്ഞിരിക്കും. പിന്നെ ഇപ്പുറത്തെ അലമാരിയിൽ ഉള്ള രൂപം വെളുത്ത ഐബിസ്, വൈറ്റ് ഐബിസ് എന്ന് പറയുന്ന പക്ഷി. പിന്നെ അതിൻ്റെ കറുത്ത ഐബിസ്. പിന്നെ ഒരു കപ്പണ്ടിക്കൊക്ക്, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഈ താഴത്തിൻ്റെ തല കുനിച്ചിരിക്കുന്നതിൻ്റെ പേര് കപ്പണ്ടിക്കൊക്ക്. ഇത് നീലക്കോഴി, ഇത് കൂമൻ, ഇത് സ്കാർലറ്റ് മാക്കോ, ഇത് ചേരക്കോഴി. ഇതാണ് ചേരക്കോഴി. കണ്ടത് ഒരു പിക്ചറാണ്. ഇത് എന്താണെന്ന് മനസ്സിലായില്ല, കഴുകനാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ കുറേ ചെറിയ പക്ഷികൾ. പിന്നെ കാണുന്നത് നോക്കൂ, കടലാമയുടെ തോട്. അതാണ് ഈ കാണുന്നത്. എന്ത് വലിപ്പം നോക്കി, ഭയങ്കര വലുതാട്ടോ. കടലാമയുടെ തോടാണിത്. അതുപോലെ ഇത് ചെറിയ ആമകളുടെ പിക്ചർ. പിന്നെ ആമയുടെ തോട് ഇതാണ് സാധാരണ.
കടലാമയുടെ തോടാണ് ഇത്രയും വലിപ്പത്തിൽ, ഒരു ബ്ലാക്കിന് നടുക്ക് കൂടി ഒരു ബ്രൗൺ വര പോലെയുണ്ട്. ഇത് നമ്മുടെ സാധാ ആമയുടെ തോട്. പിന്നെ ഉടുമ്പാണ് ഇത്. നമ്മളിതിൽ സൂര്യ ശരിക്കും ജീവനോടെ ഉടുമ്പിനെ കണ്ടില്ലേ. ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇനി പാമ്പിൻ തോലുകൾ, ഇത് പൈത്തോൺ, കോബ്ര, വൈപ്പർ, ഈ മൂന്ന്, മലമ്പാമ്പ്, മൂർക്കൻ, അണലി, ഈ 3 ടൈപ്പ് പാമ്പുകളുടെ തോലാണിത് കേട്ടോ. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് മൂർക്കൻ തോല് ഉരിഞ്ഞിട്ടേക്കണ കണ്ടായിരുന്നല്ലോ അല്ലേ. അതിൻ്റെയൊക്കെ തോലുകളാണ്. ഇതെന്താ നോക്കാം. ഇത് രാജവെമ്പാലയുടെ അസ്ഥിക്കൂടമാണ് ഈ കാണുന്നത്. രാജവെമ്പാലയുടെ അസ്ഥിക്കൂടമാണ്. സ്കെലിറ്റൻ ഓഫ് കിങ് കോബ്ര കണ്ടോ, രാജവെമ്പാലയുടെ അസ്ഥിക്കൂടം. പിന്നെ ഇതാണ് രാജവെമ്പാല. പിന്നെ ഇത് ഒരുപാട് പക്ഷികളാണ്. ഏറ്റവും താഴ്ത്തിരിക്കുന്നത് വെള്ള വയറൻ, കടൽ പരുന്ത്. അതാണ് ഈ താഴത്ത് കാണുന്ന കടൽ പരുന്ത്. പിന്നെ ചെറിയ 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 പക്ഷികളുടെ രൂപങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഓരോന്നിൻ്റെ മുട്ടകൾ. വയൽ നായ്ക്കൻ്റെ മുട്ട, അതാണിത്. പെലിക്കൻ്റെ മുട്ടയാണ് രണ്ടാമത്. മൂന്നാമത് എമുവിൻ്റെ മുട്ട, ഇതാണ് കേട്ടോ എമുവിൻ്റെ മുട്ട. നമ്മളിന്നലെ എമുവിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പച്ച നീല കളറിലൊരു മുട്ടയായിരിക്കുന്നത്. ഇതാണ് എമുവിൻ്റെ മുട്ട. ഇത് ഓസ്ട്രിച്ചിൻ്റെ മുട്ട, നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണിത്. പിന്നെ ഇത് സ്വർണ്ണക്കോഴിയുടെ മുട്ട, അതിൻ്റെ ചുറ്റും ഒരു സ്വർണ്ണ വളയം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടൈലർ ബേർഡ്, അതായത് തുന്നാരൻ പക്ഷിയുടെ മുട്ട. ഇത് റോബിൻ, വണ്ണാത്തിക്കിളിയുടെ മുട്ട. ഇത് ക്വെയിലിൻ്റെ മുട്ട. നമ്മുടെ കാടക്കോഴിയില്ലേ, അതാണ് കേട്ടോ ക്വെയിലിൻ്റെ മുട്ട. ഇത് കാക്കയുടെ മുട്ട നോക്ക്. ഇത് നാട്ടുമൈനയുടെ മുട്ട. മൂങ്ങയുടെ മുട്ട. മൂങ്ങയുടെ മുട്ടയൊക്കെ ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ താറാമുട്ടയുടെ അത്രയും വലിപ്പം എനിക്ക് തോന്നി കേട്ടോ. ഇത് പിജിയൻ, അതായത് പ്രാവിൻ്റെ മുട്ട. വെള്ളിക്കോഴിയുടെ മുട്ട, സിൽവർ പെസൻറ്റ്, അതിൻ്റെ മുട്ട. മയിലിൻ്റെ മുട്ട, മയിലിൻ്റെ മുട്ടയുടെയൊക്കെ വലിപ്പം നോക്കൂ. ഇത് നീലക്കോഴിയുടെ മുട്ട. ഇത് അപ്പോൾ നീലക്കോഴിയുടെ മുട്ടയുടെ ചുറ്റും നീല വളയമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയതുണ്ടല്ലോ, ഓസ്ട്രിച്ചിൻ്റെ മുട്ട നമുക്കറിയാം നല്ല വലിപ്പമുള്ളതെന്നറിയാം. എനിക്ക് അത്ഭുതം തോന്നിയത് മൂങ്ങയുടെ മുട്ടയ്ക്ക് ഒരു താറാവിൻ്റെ മുട്ടയുടെ അത്രയും വലിപ്പവും അതേപോലത്തെ ഒരു രൂപസാദൃശ്യം എനിക്ക് തോന്നിയായിരുന്നു. അതുപോലെ തന്നെ മയിലിൻ്റെ മുട്ടയ്ക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എല്ലാത്തിൻ്റെയും മുട്ടകളുടെ രൂപം. ഇനി ഇവിടെ കാണുന്നത്, നമ്മളിങ്ങോട്ട് നടന്ന് നീങ്ങുമ്പോൾ മുതലയുടെ ഒരു രൂപമാണ് വച്ചേക്കുന്നത്. 3 മുതലകളുണ്ട്. മുതലകളുടെ രൂപം അത് നല്ലൊരു കല്ലിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ മീനുകൾ, ഫിഷസ്, സ്റ്റഫ്ഡ് ഫിഷസ് എന്ന് പറഞ്ഞ് പല വെറൈറ്റി മീനുകളുടെ പടം, നല്ല പിക്ചേഴ്സ്, ഈ രൂപങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി കേരളത്തിലെ ശുദ്ധജല മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കുപ്പിയിലൊക്കെ കുറച്ച് മീനുകളുടെ രൂപം അങ്ങനെ കാണി. ചെമ്മീനുകളുടെ ഒരു വെറൈറ്റിയാണ്. പല ടൈപ്പ് ചെമ്മീൻ, ബനാന പ്രോൺസ്, സാൻഡ് ലോബ്സ്റ്റർ. ബനാന പ്രോൺസിനെയൊക്കെ കണ്ടോ? അത് ഇവിടെ ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്, അത് ലൈറ്റ് ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ, നമ്മുടെ അല്ല ഇവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ചെമ്മീനുകളുടെ പല പല വെറൈറ്റി ഓഫ് ചെമ്മീൻ, അതാണ് ഈ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇതാണ് ഈ മുറിക്കകത്തുള്ളത്. ഇതാ മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന കാഴ്ച എന്താ നോക്കൂ, നമ്മുടെ സൂവിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇതാ നമ്മൾ കയറി വന്ന ആ എൻട്രൻസ് ആണ് കണ്ടോ, റോഡ്, അതിൻ്റെ ആ ഒരു എൻട്രൻസ് പോയിൻ്റ്. അവിടെ നിന്ന് കൂടെ നേരെ കയറി വരുന്നതാണ് നമ്മുടെ ഈ മ്യൂസിയം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കേട്ടോ. അപ്പം ഞാനിത് രണ്ട് ഒരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം, കാരണം ഇതിപ്പം ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഇപ്പം തന്നെ ഒരു 25 മിനിറ്റായി. അപ്പോൾ ഇത് നമ്മുടെ മൾട്ടി പർപ്പസ് എല്ലാം കൂടിയുള്ള ഒരു മ്യൂസിയമാണ്. ആർട്ട് മ്യൂസിയത്തിൻ്റെ തന്നെ വൈവിധ്യമാർന്ന എല്ലാ കാര്യങ്ങളുള്ള ഒരു മ്യൂസിയമാണ്. ഇതും നമ്മുടെ സൂവിൻ്റെ എൻട്രൻസിൽ കയറി ചെല്ലുമ്പോൾ ഗേറ്റ് കടക്കുമ്പോൾ നേരെ കാണുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഇനി നമുക്ക് നമ്മുടെ സൂവിൻ്റെ അകത്തേക്ക് കയറി മൃഗങ്ങളുടെ ഇടയിൽ ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു മ്യൂസിയം, അതാണ്
അതും രണ്ടും ആർട്ട് മ്യൂസിയം തന്നെയാണ്. ഇത് കുറച്ചൊരു വൈവിധ്യമാർന്ന കാര്യങ്ങളുള്ള ഒരു മ്യൂസിയമാണിത്. ഇതും സൂവിൻ്റെ ഗേറ്റിനകത്ത് തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആർട്ട് മ്യൂസിയം എന്ന് പറയുന്നത് സൂവിൻ്റെ ഉള്ളിലേക്ക് കയറി മൃഗങ്ങളുടെയൊക്കെ നടുക്കുള്ള ഒരു മ്യൂസിയമാണ്. അത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ കാണുന്നവരും ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മ്യൂസിയം? നല്ലതല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നമ്മുടെ തൃശ്ശൂരിൽ മ്യൂസിയമാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ഭാഗത്തെ കൂടിയൊക്കെ വരുമ്പോൾ സൂവിൽ കയറണം. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സന്ധ്യ. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.